ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കിൽ എന്ന മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. ചില മൂവീസ് ഉണ്ട്, അത് ആ ജേണർ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ മൂവീസിനും ഓരോ ജേണർ ഉണ്ടല്ലോ, ആ ജേണറിൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ തരുന്ന എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ മൂവിക്ക് ജേണർ എന്ന് പറയുന്നത് വയലൻ്റ് ആക്ഷൻ്റെ ഒരു ജേണറാണ്. ആ ജേണറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂവി കിടിലൻ മൂവിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഈ മൂവിക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് 9/10 ആണ്. നല്ല രസമായിട്ട്, അത് ഹിന്ദി മൂവീസിലൊന്നും പൊതുവെ കാണാത്ത ഒരു ആക്ഷൻ സീക്വൻസുകളാണ്. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ മൂവി തുടക്കം തൊട്ട് കാണുമ്പോൾ തന്നെ സബ്ജക്റ്റിലേക്ക് വേഗം കിടക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. സാധാരണ ബോളിവുഡ് മൂവീസിന് ഒരു പ്രോബ്ലം ഉണ്ട്, കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ലെങ്തി ആക്കി 2 പാട്ടൊക്കെ ഇട്ട് കുറച്ച് ഡ്രാഗ് ചെയ്യിപ്പിക്കുന്ന പരിപാടി. ആ പരിപാടി ഇതിൽ ഇല്ല. കാര്യം വേഗം സബ്ജക്റ്റിലേക്ക് കിടക്കണം. പിന്നെ അങ്ങോട്ട് ആക്ഷനാണ്. പിന്നെ അവിടെ തൊട്ട് അങ്ങോട്ട് ആക്ഷൻ ചട്ടപ്പട്ടെ എന്നാണ്. ആക്ഷനെ പറ്റി പറയുമ്പോൾ ഇത് കുറച്ച് വയലൻ്റ് ആക്ഷൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ അങ്ങനത്തെ വയലൻസ് ഒന്നും കാണാൻ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ മൂവി കാണരുത്. ഇത് ഭയങ്കര വയലൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത വയലൻസ് ആണ്. ഇതിൻ്റെ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റോറി ഒരു ബേസ് ത്രെഡ് ഉണ്ട്, അതുമ്മയാണ് ഫുള്ളും ഈ ആക്ഷൻ സീൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ബേസ് ത്രെഡ് നല്ല രസമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് ശരിക്കും തന്നെ ഇമോഷണലി നമ്മളെ നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊരു ക്യാരക്ടർ ഡെത്തൊക്കെ നടക്കുന്നുണ്ട്. ആ ക്യാരക്ടർ ഡെത്ത് കുറച്ചുകൂടി നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹീറോയ്ക്ക് പെർഫോം ചെയ്യാനുള്ള അത്രത്തോളം വയലൻ്റ് ആവാൻ ഉള്ള റീസണും ഈ പറഞ്ഞ പോലെ വില്ലന്മാർക്കും വയലൻ്റ് ആവാനുള്ള റീസണും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഈ മനഃപൂർവ്വം ഇങ്ങനെ വയലൻസ് സീൻസ് ഉണ്ടാക്കിയെന്ന് നമുക്ക് തോന്നുന്നില്ല. ആ ത്രെഡിന്, ആ സ്റ്റോറിക്ക്, പ്ലോട്ടിന് അടിപൊളിയായിട്ട് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ സീൻസ് എടുക്കുമ്പോൾ നമ്മൾ ആ സീൻ നല്ല വ്യക്തമായിട്ട് ക്യാമറയിൽ പതിക്കണം. കാരണം ഇതിൽ ഒരു ട്രെയിനിൻ്റെ ഉള്ളിലാണ് ഫുൾ ആക്ഷൻ സീൻസ്. അത് കറക്റ്റായിട്ട് ആ ക്യാമറ പൊസിഷൻ ചെയ്ത് ആ ആക്ഷൻ്റെ ആ ഫീൽ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കിൻഡൽ ഇടിയാന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രെയിനിൻ്റെ മേലത്തെ സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു തെറ്റില്ലാതെ തന്നെ അവർ എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ട്രെയിനിൻ്റെ ഉള്ളിലും പുറത്തുള്ള സീൻസും എടുത്തേക്കുന്നത്. പിന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തുടക്കം നമുക്ക് ഇതിൽ വില്ലനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത്. വില്ലനിലെ ആൾ ഭയങ്കര സിമ്പിൾ ലുക്ക്, മെലിഞ്ഞ സ്ലിം മെയിൻ വില്ലൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം ആൾ വയലൻ്റാണ്, പ്ലസ് നമുക്കങ്ങനെ തോന്നില്ല ആൾ വയലൻ്റ് ആവുന്ന ക്യാരക്ടറാണ്. മുഖത്ത് നോക്കി കഴിഞ്ഞാൽ വർത്താന രീതി, പിന്നെ ആശിഷ് ത്രിവേദി ഉണ്ട്, അദ്ദേഹം അതിന് നല്ല രസമായിട്ടാണ് സപ്പോർട്ട് കൊടുത്തേക്കുന്നത്. നായകൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നായകൻ ഇതിനേക്കാൾ മുമ്പ് എന്തൊരു പുരാണ സീരിയലിലൊക്കെ അഭിനയിച്ച ഒരാളാണ്. പക്ഷേ ആൾ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് തന്നെ ഫൈറ്റ് സീക്വൻസുകൾ എടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ നായകന് ക്യാരക്ടർ കൊടുത്തേക്കുന്നത് NSGയിലുള്ള ആൾ. അപ്പോൾ NSGയിലുള്ള ആൾക്കുള്ള ആ മൈൻഡ് സെറ്റ് അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇതിൽ ഹീറോയിൻ അധികം പെർഫോം ചെയ്യാനില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കാണ് കാണിക്കുന്നത്. ആ പുള്ളിക്കാരി അത് ശരിക്കും ആ സ്മൈലും കാര്യങ്ങളൊക്കെ, ഡയലോഗ് ഡെലിവറി, അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ഈ മൂവിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ഞാൻ ഇതിനേക്കാൾ മുമ്പ് ഒരു സീരീസ് കാണുന്നുണ്ട്, ഫ്ലെയിംസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒരു ആന്തോളജിയും കാണുന്നുണ്ട്. അതിലൊക്കെ നന്നായിട്ട് ചെയ്ത ഒരു പുള്ളിക്കാരി തന്നെയാണ്. അപ്പോൾ അത് ഇതിൽ നന്നായിട്ട് ക്യാരി ഫോർവേഡ് ആയിട്ട്, പക്ഷേ സെയിം ലുക്കും സ്മൈലും കാര്യങ്ങളൊക്കെയാണ് ഇതിലും. പക്ഷേ ഈ മൂവിക്ക് അതന്നെ വേണ്ടത്, അത് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ക്യാമറയും സൗണ്ട് എഫക്റ്റും മാത്രമല്ല BGM കൂടി നമ്മളെ ത്രില്ല് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തപ്പി പോയപ്പോൾ ഇപ്പോൾ ഇതേപോലെ ഒരു ട്രൂ സ്റ്റോറിയും നടന്നിട്ടുണ്ടെന്നാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടത്. കാരണം ഇതേപോലെ ഒരു ആർമി തൻ്റെ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇതേപോലെ കുറേ ഗുണ്ടകൾ അടിച്ചു കയറി ആക്രമിച്ച് സ്വർണ്ണമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കയറുന്നുണ്ട്, ഒരു 10-30 പേര്. ഇതേപോലത്തെ സിറ്റുവേഷൻ തന്നെയാണ് അതിലുണ്ടായത്. എന്നിട്ട് അതിലും ഈ ആർമിക്കാരൻ രക്ഷപ്പെടുത്തി അയാൾക്ക് പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ. ആ ആർമിക്കാരൻ്റെ പേര് ബിഷ്ണു ശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിക്കിപീഡിയയിൽ നോക്കിയാൽ അതിന് കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ്. അങ്ങനെ ഒരു ആർമിക്കാരനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റോറി ലൈനാണ്. കുറേ വ്യത്യാസമുണ്ട്, പക്ഷേ ബേസ് സ്റ്റോറി ഇതാണ്. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ ശരിക്കും റിയൽ ലൈഫിലുള്ള ആളെ നമുക്ക് കുറച്ചുകൂടി പുകഴ്ത്താൻ തോന്നും. ഇതേപോലത്തെ സിറ്റുവേഷൻ ആയിരിക്കും അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചില മൂവി കണ്ടിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുമല്ലോ, ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഈ മൂവിയിൽ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സന്തോഷവും കാര്യങ്ങളൊക്കെ, അതിൽ ഓരോ ഫാക്ടേഴ്സും നമ്മളെ നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അതിൽ ഇമോഷനും ആക്ഷൻ സീൻസും എല്ലാം കറക്റ്റായിട്ടാണ് നമ്മൾ ഈ മൂവി കണ്ടിറങ്ങുമ്പോഴുള്ളത്. നെഗറ്റീവായിട്ട് എനിക്ക് കുറച്ച് പറയാനുള്ളത് ആക്ഷൻ സീൻസിൽ ഈ പറഞ്ഞ പോലെ WWFിൻ്റെ പോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. അത് എറിയുക, ഇടിക്കുക, മറിച്ചിടുക, കുത്തുക, കുറേ കഴിഞ്ഞിട്ടും ആൾ പതുക്കെ
ഉഷാറായിട്ട് എനിക്ക് വരുന്ന പരിപാടി അതുണ്ട് ചെറുതായിട്ട്. പക്ഷേ അത് ഇപ്പോൾ ജോൺ വിക്ക് എന്ന മൂവിയിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. ആ എത്രയോ നിലമേൽ നിന്ന് ജോൺ വിക്ക് താഴെ വീണ് പരിപ്പായി എന്നിട്ടും ആൾ എനിക്ക് ബാക്കി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു അത്രത്തോളം ജോൺ വിക്കിൻ്റെ അത്രയ്ക്കൊന്നുമില്ല ഇതിൽ, എന്നാലും അങ്ങനത്തെ ഒരു സീൻസും ഉണ്ട് ഇതിൽ. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ജോൺ വിക്കിൻ്റെ ഡയറക്ടർ ഇതിൻ്റെ കോപ്പി റൈറ്റ്സ് മേടിച്ച് അയാൾക്ക് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം വന്നത്. എന്തായാലും ഒരു ജോൺ വിക്ക് മൂവി 4 ഒക്കെ കണ്ടപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, അതേപോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഈ മൂവിയിലും കിട്ടും. ഒരിക്കലും നമ്മൾ ഈ ബോളിവുഡിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഫിലിമാണ്. അത് പ്രതീക്ഷിക്കാത്ത ആക്ടേഴ്സും പ്രതീക്ഷിക്കാത്ത ഒരു അറ്റ്മോസ്ഫിയറും. എന്തായാലും കിടിലം മൂവിയാണ്. നിങ്ങൾ വയലൻസ് ഒന്നും കാണാത്ത ആൾക്കാരും കാണണ്ട, അതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാവുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഈ കിടിലം മൂവിയാണ്, നിങ്ങൾ കണ്ടുപോകുക, സൂപ്പറാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് റിവ്യൂ. ഞാനും കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലിങ്ക്സും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതും കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ്സ് ഇടണം. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.